അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. കൂഫയുടെ അധികാരം ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച ശേഷം ഖലീഫ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നേരിടാനായി ഷാമിലേക്ക് പുറപ്പെട്ടു. അതിനിടയിൽ വേറൊരു കാര്യം പറയേണ്ടതുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സൈന്യവും തമ്മിൽ നടന്ന ജമൽ യുദ്ധത്തിന് മുമ്പ് കൂഫയുടെ അമീർ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈനിക ശക്തി കൂഫക്കാരായിരുന്നുവല്ലോ. അവരുടെ പിന്തുണ നേടാനായി അവിടുത്തെ അമീർ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം അതിന് വഴങ്ങിയിരുന്നില്ല. മുസ്ലിങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ കക്ഷി ചേരാൻ തയ്യാറില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. സമ്മർദ്ദം മുറുകിയപ്പോൾ അദ്ദേഹം അമീർ സ്ഥാനം രാജിവെച്ച് മക്കയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ അലി റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായ പുതിയ ഭരണകൂടം നിലവിൽ വരികയായിരുന്നു. അതിനുശേഷം പല സംഭവ വികാസങ്ങളും നടന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പറഞ്ഞു വന്നത് ആ കൂഫയുടെ അധികാരമാണ് ഇപ്പോൾ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവും സൈന്യവും ഷാമിലേക്ക് യാത്ര തിരിച്ചു. നുഖൈലയിലെത്തിയപ്പോൾ അവർ താവളമടിച്ചു. അലി റളിയല്ലാഹു അൻഹു നേരിട്ടാണ് യുദ്ധം നയിക്കുന്നതെന്നറിഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനോടും നേരിട്ടിറങ്ങാൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. എങ്കിൽ സൈന്യത്തെ തയ്യാർ ചെയ്തുകൊള്ളൂ, മുആവിയ റളിയല്ലാഹു അൻഹുവും കൽപ്പിച്ചു. അങ്ങനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ വിളിച്ചുകൂട്ടി. ഇറാഖികൾ അവരുടെ സംഘത്തെ ഭിന്നിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇറാഖികൾ എന്ന് പരാമർശിച്ചത് അന്നത്തെ ബസ്ര, കൂഫ സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്നത്തെ ഇറാഖ് രാഷ്ട്രം. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഷാം സൈന്യത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ്. ഇറാഖികൾ അവരുടെ സംഘബലത്തെ ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ശക്തി ചോർന്നു പോയിരിക്കുന്നു. മാത്രമല്ല ബസ്രക്കാരെല്ലാം അലി റളിയല്ലാഹു അൻഹുവിനെതിരായാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. കാരണം അലി റളിയല്ലാഹു അൻഹു ബസ്രയിലെ പലരെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. ജമൽ യുദ്ധത്തിൽ ബസ്രയിലെയും കൂഫയിലെയും നേതാക്കൾ മരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിന് അംഗബലം വളരെ കുറവാണ്. നിങ്ങളുടെ ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തവരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടിയ സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ രക്തം ചിന്താതെയും സൂക്ഷിക്കുക. ഷാമിൻ്റെ വിവിധ ജില്ലകളിലെ സൈനിക നേതാക്കൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവും കത്തെഴുതി. അതേസമയം അലി റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നണിപ്പടയെ ഷാമിലേക്ക് വിട്ടു. സിയാദ് ഇബ്നു നളർ അൽ ഹാരിസി റളിയല്ലാഹു അൻഹുവും ശുറൈഹ് ഇബ്നു ഹാനി റളിയല്ലാഹു അൻഹുവുമാണ് അവരെ നയിക്കുന്നത്. യൂഫ്രട്ടീസ് നദി കഴിഞ്ഞ് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അബുൽ അഅ്വർ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഷാം മുന്നണിപ്പടയെ അവർ കണ്ടുമുട്ടി. അവർ ഷാമുകാരെ തങ്ങളുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ അവരിൽ നിന്ന് പ്രതികരണമൊന്നുമുണ്ടായില്ല. തുടർന്ന് ഇറാഖി മുന്നണിപ്പടയുടെ നായകരായ സിയാദ് ഇബ്നു നളർ അൽ ഹാരിസി റളിയല്ലാഹു അൻഹുവും ശുറൈഹ് ഇബ്നു ഹാനി റളിയല്ലാഹു അൻഹുവും വിവരങ്ങൾ ധരിപ്പിച്ചും തുടർ നടപടിക്കുള്ള നിർദ്ദേശം തേടിയും ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന് കത്തയച്ചു. കത്ത് വായിച്ച അലി റളിയല്ലാഹു അൻഹു സൈന്യാധിപൻ മാലിക് ഇബ്നുൽ ഹാരിസുൽ അശ്തറുൻ നഖഈ റളിയല്ലാഹു അൻഹുവിന് എഴുതി. സിയാദും ശുറൈഹും നയിക്കുന്ന മുന്നണിപ്പട ഷാമുകാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആയതിനാൽ അതിവേഗം സൈന്യവുമായി അങ്ങോട്ട് നീങ്ങുക. അവിടെ എത്തുന്ന മുറക്ക് മുഴുവൻ സൈന്യത്തിൻ്റെയും നേതൃത്വം താങ്കൾക്കായിരിക്കും. നമ്മുടെ ഭാഗത്തു നിന്ന് യുദ്ധം ആരംഭിക്കരുത്. അവരെ നമ്മുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുക. അവർ പറയുന്നത് ശ്രവിക്കുക. വൈരാഗ്യബുദ്ധ്യ അവരെ നമ്മുടെ പക്ഷത്തേക്ക് ക്ഷണിക്കാതെയും ഒന്നിലധികം തവണ ന്യായം ബോധിപ്പിക്കാതെയും യുദ്ധത്തിന് തുനിയരുത്. സൈന്യത്തിൻ്റെ വലതുപക്ഷത്തെ സിയാദ് നയിക്കട്ടെ, ഇടതുപക്ഷത്തെ ശുറൈഹും. താങ്കൾ മധ്യത്തിലായും നിലകൊള്ളുക.
ഷാം സൈന്യത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവരുടെ സമീപത്തോ അവരെ ഭയപ്പെടുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ അവരോട് വിദൂരത്തായോ തമ്പടിക്കരുത്. ഞാനിതാ താങ്കളുടെ അടുത്തേക്ക് പുറപ്പെടുന്നു, ഉടൻ അവിടെ എത്തിച്ചേരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം സിയാദ് റളിയല്ലാഹു അൻഹുവിനും ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനും വേറൊരു എഴുത്തും അലി റളിയല്ലാഹു അൻഹു അയച്ചിരുന്നു. നിങ്ങളുടെ തലവനായി മാലിക്കിനെ നിയോഗിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അനുസരിക്കുക. രക്തച്ചൊരിച്ചിലിനെയോ പതനത്തെയോ പേടിക്കാത്തയാളാണ് അദ്ദേഹം. തക്ക സമയത്ത് കൃത്യമായി ഇടപെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൽ എനിക്ക് യാതൊരു ശങ്കയുമില്ല. നിങ്ങളോട് പറഞ്ഞതു തന്നെയാണ് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞിരിക്കുന്നത്. ഷാമുകാരെ നമ്മുടെ പക്ഷത്തേക്ക് ക്ഷണിക്കാതെയും മതിയായ ന്യായങ്ങൾ ബോധ്യപ്പെടുത്താതെയും നാമായിട്ട് യുദ്ധം തുടങ്ങി വെക്കരുത്. ഖലീഫയുടെ അറിയിപ്പ് എത്തിയ ഉടനെ മാലിക്കുൽ അഷ്തർ റളിയല്ലാഹു അൻഹു അതിവേഗം സൈന്യവുമായി പ്രയാണം കുറിച്ചു. യൂഫ്രട്ടീസ് കടന്ന് മുന്നണിപ്പടയോടൊപ്പം ചേർന്ന അദ്ദേഹം സർവ്വസൈന്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഷാം ഇറാഖി സൈന്യങ്ങൾ പോർമുഖത്ത് നേർക്കുനേർ സ്ഥലം പിടിച്ചുവെങ്കിലും ആരും അനങ്ങിയില്ല. എന്നാൽ സന്ധ്യാസമയമായപ്പോൾ ഷാം സൈനിക തലവൻ അബുൽ അഅ്വറുസ്സലമി റളിയല്ലാഹു അൻഹു ഒരാക്രമണത്തിന് മുതിർന്നു. ഇറാഖി സൈന്യം അതിനെ പ്രതിരോധിച്ചു നിന്നു. ഒരു വേള ഇറാഖികൾക്ക് പതർച്ച സംഭവിച്ചുവെങ്കിലും കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ ഷാമുകാർ പിൻവാങ്ങി. ഷാമുകാരാക്രമണം തുടങ്ങിവെച്ച സ്ഥിതിക്ക് ഇറാഖികളും വിട്ടുകൊടുത്തില്ല. പിറ്റേന്ന് പുലർച്ചെ ഹാഷിമുബ്നു ഉത്ബത്തു സുഹ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖികളും തിരിച്ചാക്രമണം നടത്തി. കുതിരപ്പടയും കാലാൾപ്പടയുമായി അത്യാവശ്യം ഒരുങ്ങിത്തന്നെയാണ് അദ്ദേഹം മുന്നേറിയത്. അബുൽ അഅ്വറുസ്സലമി റളിയല്ലാഹു അൻഹു തന്നെയാണ് ഷാം സൈന്യത്തെ നയിച്ചത്. അന്ന് തിരക്കേടില്ലാത്ത വിധം പോരാട്ടം നടന്നു. കുതിരപ്പട കുതിരപ്പടയുമായും കാലാൾപ്പടയുമായും മാറ്റുരച്ചു. വിജയപരാജയങ്ങളൊന്നുമില്ലാതെ ഇരു കൂട്ടരും പിന്തിരിഞ്ഞു. അതിനിടെ അഷ്തറുൻ നഖഈ റളിയല്ലാഹു അൻഹുവിനെ ദ്വന്ദ്വയുദ്ധത്തിനായി അബുൽ അഅ്വർ റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറുണ്ടായിരുന്നില്ല. സൂര്യൻ പടിഞ്ഞാറോട്ടു താഴ്ന്നു കഴിഞ്ഞിരുന്നു. ഇരുട്ടിത്തുടങ്ങിയപ്പോൾ ഇരു സൈന്യവും ക്യാമ്പുകളിലേക്ക് ഉൾവലിഞ്ഞു. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.